അതുല്യയുടെ ഭർത്താവ് സതീഷ് കസ്റ്റഡിയിൽ. ക്രൈംബ്രാഞ്ച് സംഘം വലിയതുറ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി ഹാൻസ് ജോൺ ചേരുകയാണ്. ഹാൻസ്, വിശദാംശങ്ങൾ. രുചീഷ്, അല്പസമയം മുമ്പാണ് ക്രൈംബ്രാഞ്ചിന്റെ നേതൃത്വത്തിലുള്ള സംഘം വലിയതുറ പോലീസ് സ്റ്റേഷനിലെത്തിയത്. രണ്ടംഗ സംഘമാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് പത്തനംതിട്ട യൂണിറ്റിലുള്ള 2 ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ വലിയതുറ സ്റ്റേഷനിലെത്തിയിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ 5:30 കൂടിയായിരുന്നു തിരുവനന്തപുരം എയർപോർട്ടിലെത്തിയ സതീഷിനെ വലിയതുറ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. ഇത്ര സമയം വരെ, ഏകദേശം 11 മണി വരെ അദ്ദേഹം ഇവിടെ വലിയതുറ സ്റ്റേഷനിൽ പോലീസിന്റെ കസ്റ്റഡിയിലായിരുന്നു. പിന്നീട് രാവിലെ തന്നെ പുലർച്ചെ തന്നെ ക്രൈംബ്രാഞ്ചിനെ വിവരമറിയിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 2 ഉദ്യോഗസ്ഥർ വലിയതുറ സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നവർ. അതിന്റെ ഭാഗമായി സതീഷിനെ കസ്റ്റഡിയിലെടുക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള നിയമ നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. പേപ്പർ വർക്കുകളും മറ്റും പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അല്പസമയത്തിനുള്ളിൽ തന്നെ സതീഷിനെ പുറത്തേക്ക് ഇറക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി സതീഷ് ഈ പോലീസ് സ്റ്റേഷന്റെ അകത്ത് തന്നെയുണ്ട്. സതീഷിനെ കൂട്ടിക്കൊണ്ടുപോകാനായി സതീഷിന്റെ അഭിഭാഷകനും അതിനോടൊപ്പം തന്നെ രുചീഷ്, നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും, സതീഷ് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അദ്ദേഹം ഏതാനും നാളത്തെ വിദേശവാസത്തിന് ശേഷം ഇന്ന് രാവിലെയാണ് സതീഷിനെ വലിയതുറ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുകയാണ്. നേരത്തെ തന്നെ സതീഷിന് ഇടക്കാല മുൻകൂർ ജാമ്യം ലഭിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് സതീഷ് നാട്ടിലേക്ക് എത്തിയത്. അതിനല്ലേ വന്നത്. അവിടെ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. എന്തായാലും ഇടക്കാല മുൻകൂർ ജാമ്യം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് സതീഷ് നാട്ടിലേക്ക് എത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവിക നടപടിക്രമമാണ് അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കുക എന്നത്. നേരത്തെ തന്നെ ലുക്കൌട്ട് നോട്ടീസും പോലീസ് പുറത്ത് ഇറക്കിയിരുന്നു. ഹാൻസ് ജോൺ ചേരുകയാണ്. ഹാൻസ്, എന്തായാലും കൂടുതൽ പ്രതികരണങ്ങളൊന്നും നടത്തിയില്ല. അതിനിടയിൽ ഒരു ചോദ്യത്തിന് അതിനല്ലേ വന്നത് എന്ന് മാത്രം പറയുന്നത് കേട്ടു. അത് തന്നെ രുചീഷ്, നേരത്തെ അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ പറഞ്ഞതുപോലെ തന്നെ അന്വേഷണവുമായി സഹകരിക്കാനല്ലേ താൻ എത്തിയത് എന്നുള്ള പ്രതികരണമാണ് സതീഷിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. നേരത്തെ അഭിഭാഷകന് സൂചിപ്പിച്ചത് അത് തന്നെയാണ്. താൻ അന്വേഷണവുമായി സഹകരിക്കും, താൻ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെയാണ് ജാമ്യത്തിന് അപേക്ഷിച്ചത്. തന്റെ പേരിൽ യാതൊരു വിധത്തിലുള്ള കുറ്റകൃത്യങ്ങളും ചെയ്തതായി ദുബായ് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. താൻ ഇത്തരത്തിൽ അതുല്യ ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്നതടക്കമുള്ള കാര്യങ്ങളായിരിക്കും കോടതിയുടെ മുൻപിലാണെങ്കിലും അന്വേഷണ സംഘത്തിന്റെ മുൻപിലാണെങ്കിലും സതീഷ് വ്യക്തമാക്കുക. കാരണം പഴയ ദൃശ്യങ്ങളും ഫോട്ടോകളും ഒക്കെയാണ് അതുല്യ അമ്മയ്ക്ക് അയച്ചു കൊടുത്തത്. താനും അതുല്യം തമ്മിൽ നല്ല രീതിയിലാണ് മുന്നോട്ട് പോയിരുന്നത്. ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇത്തരത്തിൽ മർദ്ദിക്കുകയോ അല്ലെങ്കിൽ ഒരു ആത്മഹത്യ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് എത്തുന്ന കാര്യങ്ങൾ ഉണ്ടായില്ല, അല്ലെങ്കിൽ അത്തരത്തിലൊരു അവസ്ഥ ഉണ്ടായിട്ടില്ല. തനിക്ക് അതുല്യെ കൊല ചെയ്യേണ്ട ആവശ്യകതയൊന്നും തന്നെയില്ല എന്നടക്കമുള്ള തന്റെ വാദമായിരിക്കും സ്വാഭാവികമായിട്ടും സതീഷ് അന്വേഷണ സംഘത്തിന്റെ മുൻപിൽ പറയുക. എന്തായാലും ഈ വിഷയത്തിൽ നിലവിൽ സതീഷിന് കോടതി ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സംഘം സതീഷിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. നേരെ അദ്ദേഹത്തെ കൊല്ലത്തേക്കായിരിക്കും കൊണ്ടുപോവുക. അവിടെ കൊണ്ടുപോയി അറസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചതിന് ശേഷം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ജാമ്യത്തിൽ വിടും. പിന്നീട് അന്വേഷണവുമായി സഹകരിക്കും എന്ന് തന്നെയാണ് സതീഷ് വ്യക്തമാക്കുന്നത്. പിന്നീട് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യലുകളും മറ്റു കാര്യങ്ങളും ഉണ്ടാകും. അതിനു മുന്നേ തന്നെ ഈ കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അതുല്യയുടെ അമ്മയ്ക്ക് ലഭിച്ച ദൃശ്യങ്ങളും ഫോട്ടോകളും പരിശോധിക്കുകയായിരിക്കും പോലീസ് ആദ്യം ചെയ്യുക. അതിൽ ശാസ്ത്രീയമായിട്ടുള്ള പരിശോധന നടത്തണം. ഈ ദൃശ്യങ്ങൾ എപ്പോഴാണ് ചിത്രീകരിച്ചതെന്നും ഏതെങ്കിലും തരത്തിലുള്ള മർദ്ദനം അതുല്യയ്ക്ക് ഏറ്റിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണം. അതിന് മുന്നേ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും വരാനുണ്ട്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് അതുല്യയുടെ മൃതശരീരം കേരളത്തിൽ എത്തിച്ചതും പിന്നീട് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയതും. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും വരാനുണ്ട്. അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം വരും ദിവസങ്ങൾ വളരെ നിർണായകമാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വളരെ വേഗത്തിൽ തന്നെ ഈ അന്വേഷണത്തിന്റെ പ്രാഥമികമായ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുണ്ട്. 17-ാം തീയതിക്കുള്ളിൽ തന്നെ അത് സമർപ്പിക്കേണ്ടതുണ്ട്. എന്തായാലും അതുല്യയുടേത് കൊലപാതകം ആണെന്നതിന് നിലവിൽ തെളിവുകളില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഇടക്കാല മുൻകൂർ ജാമ്യം സതീഷിന് നൽകിയിരിക്കുന്നത്. ഇന്ന് തന്നെ അറസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി സതീഷിന് പുറത്തിറങ്ങാനുമാകും. ഹാൻസ് ജോൺ ആണ് വിവരങ്ങൾ നൽകിയത്.